പോക്സോ കേസുകൾ ഏറ്റവും അധികം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ നിയമവ്യവസ്ഥ കർശനമായി പാലിക്കപ്പെടുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നതിനൊക്കെ തെളിവ് തന്നെയാണ് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്നത്. നമ്മൾ നിരന്തരം പത്രങ്ങൾ ഇത്തരം വാർത്തകൾ വായിക്കാറുമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ പ്രതിപട്ടിക തയ്യാറാക്കുന്നതിലൊക്കെ വീഴ്ചകൾ സംഭവിക്കാം. അങ്ങനെ കൊല്ലത്ത് കടക്കലിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അമ്മ മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അച്ഛൻ നൽകിയ പരാതി. അതിനകത്ത് അമ്മയെ പോലീസ് പ്രതി ചേർത്തു, അവരെ പോലീസ് നന്നായിട്ട് ടോർച്ചർ ചെയ്തു. എന്നാൽ ഇത് അമ്മയല്ല ചെയ്തതെന്ന് പിന്നീട് വാർത്തകൾ വരികയും പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, ഫോറൻസിക് സയൻസിൽ വളരെയധികം മികവ് തെളിയിച്ച ഒരു പേരുണ്ട്, ബി ഉമാദത്തൻ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ്. അമ്മ തൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ ഒരു വികലാംഗനായ ഭിന്നശേഷിക്കാരനായ ഒരു കടയുടെ ഉടമസ്ഥൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു. എന്നിട്ട് തെളിവിനായി മകളുടെ അടിവസ്ത്രങ്ങളും ചോരപ്പാട് പുരണ്ട അടിവസ്ത്രങ്ങളൊക്കെ സ്റ്റേഷനിൽ പോലീസുകാർക്ക് കൊടുത്തിരുന്നു ഈ അമ്മ. അന്ന് പ്രൊബോഷൻ SI ആയിരുന്നു അവിടെ, പെട്ടെന്ന് ജോലിയിൽ കയറിയ SI. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ കടക്കാരനെ പിടിച്ച് നന്നായി കൈകാര്യം ചെയ്ത് അയാളെയും ആശുപത്രിയിലായി. എന്നിട്ട് ഈ പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയാക്കുമ്പോൾ ഈ പെൺകുട്ടി അമ്മ പഠിപ്പിച്ചു കൊടുത്ത് അതേപടി തന്നെ പറയുന്നു, ഈ മാമൻ തന്നെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഡോക്ടറും ഒക്കെ ചെറിയ സംശയങ്ങൾ തോന്നി. എന്തായിരിക്കും ഇത്? പെൺകുട്ടി ഇത് തന്നെ പറയുന്നു, അമ്മയും ഒരേ മൊഴി പറയുന്നു, പെൺകുട്ടിയും ഒരേ മൊഴി തന്നെ പറയുന്നു. അപ്പോൾ ഒരു ഫോറൻസിക് പരിശോധന, പ്രത്യേകിച്ച് ഈ വസ്ത്രത്തിലെ രക്തമൊക്കെ പരിശോധിക്കണമല്ലോ, എന്നാൽ ഈ പ്രതിയുടേതാണോ ഈ കുട്ടിയുടേതാണോ എന്നൊക്കെ തിരിച്ചറിയാമല്ലോ എന്ന് വെച്ചിട്ട് ഫോറൻസിക് സർജനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ സ്ഥലത്തെത്തിയ ഉമാദത്തൻ സാറ് ഈ പെൺകുട്ടിയോട് വിവരങ്ങൾ തിരക്കുന്നു. ആ പെൺകുട്ടി അപ്പോഴും ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും കുറേ തവണ ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി പറയുന്നു, ഇതല്ല, ഇങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ഈ ഉമാദത്തൻ സാറിനോട് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഈ അടിവസ്ത്രം ലാബിൽ പരിശോധിച്ചപ്പോൾ അത് മനുഷ്യരക്തമല്ല, അത് കോഴിയെ കൊന്നിട്ട് കോഴിയുടെ രക്തമാണ് ആ കുപ്പായത്തിൽ തളിച്ചിരുന്നത് ഈ വീട്ടമ്മ. അങ്ങനെ ആ അടികൊണ്ട ഭിന്നശേഷിക്കാരനായ കടയുടമയ്ക്ക് പിന്നീട് പോലീസുകാർ മരുന്നും ഭക്ഷണമൊക്കെ വാങ്ങി നൽകി. ആശുപത്രി ചെലവൊക്കെ പോലീസുകാർ തന്നെ വഹിച്ചു. കേസ് ഒരിടത്തും രജിസ്റ്റർ ചെയ്യപ്പെടാതെ എങ്ങനെയോ തടിയൂരി കേരള പോലീസ് അന്ന്. അങ്ങനെ ഒരു സംഭവം ഉമാദത്തൻ സാറിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പോക്സോ കേസ് ധാരാളം സംഭവിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ ഒക്കെ ധാരാളം അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പോലീസുകാരുടെ അവരുടെ ആത്മവീര്യത്തെ തകർക്കാൻ വേണ്ടിയല്ല ഈ കഥകൾ പറയുന്നത്. മറ്റൊരു സംഭവത്തിൽ ഞാനിത് പറയാൻ കാരണം, ഹൈക്കോടതി വിധി ഇന്നലെ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് A ബദറുദ്ദീൻ ഒരു വിധി നിർണ്ണയിച്ചത് നിലവിലുള്ള ഒരു പോക്സോ കേസിൻ്റെ തുടർ നടപടികൾ, തൃശ്ശൂർ സെഷൻസ് കോടതിയിൽ നടക്കുന്ന, ജില്ലാ കോടതിയിൽ നടക്കുന്ന തുടർ നടപടികൾ റദ്ദാക്കിക്കൊണ്ടാണ് A ബദറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ വിധി വരുന്നത്. ആ കഥ ഇങ്ങനെയാണ്. പ്രായപൂർത്തിയാകാത്ത മകൾ 18 ആഴ്ച ഗർഭിണിയാണെന്ന് അറിയുന്നു ഒരമ്മ. എന്നിട്ട് ഈ മകൾക്ക് വയറുവേദന, അതായത് 2021 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ 2021 മെയ് 31 മകൾക്ക് വയറുവേദനയെ തുടർന്ന് അമ്മ കുട്ടിയെ ആശുപത്രിയിൽ കാണിക്കുന്നു. ആശുപത്രിയിലെ പരിശോധനയിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് ഡോക്ടർ തിരിച്ചറിയുന്നു. ഡോക്ടർ അമ്മയെ അറിയിക്കുന്നു. അമ്മ ആകെ നടുങ്ങുന്നു. എന്നിട്ട് ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ചികിത്സ നിർദ്ദേശിക്കുന്നു. മെഡിക്കൽ കോളേജിൽ കുട്ടിയെ കാണിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. എന്നാൽ ഈ അമ്മ ഈ കുട്ടിയെ കൊണ്ട് സ്വകാര്യ ആശുപത്രിയിലാണ് പോയത്. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഇത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ജൂൺ 3 നേരെ പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് വന്ന് പെൺകുട്ടിയുടെ വിശദമായ മൊഴിയെടുത്തു. പെൺകുട്ടിയെ പീഡിപ്പിച്ച ആൾ 1-ാം പ്രതി. അമ്മ യഥാസമയം പോലീസിനെ അറിയിച്ചില്ല. 18 ആഴ്ചയും ഇതിങ്ങനെ രഹസ്യമാക്കി വെച്ചു. അല്ലെങ്കിൽ ഈ ഡോക്ടർ പറഞ്ഞ ശേഷം പോലും അമ്മ ഇത് പോലീസിനെ അറിയിച്ചില്ല. അതുകൊണ്ട് അമ്മയ്ക്കെതിരെ അമ്മയെ 2-ാം പ്രതിയാക്കിയും കേസെടുത്തു. ഈ കേസാണ് കോടതി റദ്ദ് ചെയ്തത്. കാരണം അമ്മയെ പ്രതി ചേർക്കുമ്പോൾ പോലീസ് പറഞ്ഞത് യഥാസമയം, പോക്സോ വകുപ്പിൻ്റെ ഒരു പുതിയ ഭേദഗതി വരുത്തിയപ്പോൾ ചേർത്തൊരു വകുപ്പാണ്. അതായത് യഥാസമയം ഈ സംഭവം അറിഞ്ഞിട്ട് ഇത് പറയാതിരിക്കുന്ന അയാളും കുറ്റക്കാരാണ്. കുട്ടികളെ പീഡിപ്പിക്കുന്നത് തെറ്റാണ്. ആ പീഡിപ്പിക്കുന്ന ആൾ മുഖ്യ പ്രതിയാണെങ്കിൽ ഇത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇത് അറിഞ്ഞ ശേഷം ഇത് പോലീസിനെ പോലീസിനെ അറിയിക്കാതിരിക്കുന്നുവെങ്കിൽ അയാളും കുറ്റക്കാരാണ് പോക്സോയിൽ. അങ്ങനെയാണ് ആ വകുപ്പ് അനുസരിച്ചാണ് ഈ അമ്മയെ പ്രതി ചേർത്തത്. ഈ അമ്മ കോടതിയെ സമീപിച്ചു. ഈ ജില്ലാ കോടതിയിൽ ഇത് കേസ് നടക്കുകയാണ്. ഈ അമ്മ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ വാദിച്ചത് ഇങ്ങനെയാണ്, താൻ പോലീസിനോട് പറയാതിരുന്നതോ അല്ലെങ്കിൽ മനഃപൂർവ്വം സംഭവിച്ചതല്ല, തനിക്ക് അപ്പോഴുണ്ടായ മാനസികമായ ആഘാതം, തൻ്റെ പ്രായപൂർത്തിയായ മകൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചുവല്ലോ എന്ന ഞെട്ടൽ, ആ സങ്കടക്കടലിൽ നിന്ന് മുക്തയാകാതെ ഞാനെങ്ങനെ പോലീസിനെ സമീപിക്കും, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകയും കോടതിയെ ധരിപ്പിച്ചു. കോടതി അത് കൃത്യമായി ഉൾക്കൊള്ളുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് റദ്ദാക്കുന്നത്.
ഞാൻ പറഞ്ഞു വരുന്നത് പോക്സോ കേസുകൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കടുത്ത ശിക്ഷ അർഹിക്കുന്ന സംഭവം തന്നെയാണ്. അതിന് ആരും ഇങ്ങനെ എന്താണ് പോലീസിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അറിഞ്ഞിട്ട് മനസ്സിൽ വെക്കുന്നത് ഒളിച്ചു വെക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ അമ്മയ്ക്ക് പ്രായപൂർത്തിയാകാത്ത തൻ്റെ മകൾക്ക് വന്ന ഈ ദുർവിധി ഓർത്ത് തകർന്നിരുന്ന അമ്മ പോലീസിനോട് മനഃപൂർവ്വം പറയാത്തതല്ല എന്ന വാദം ആണ് കോടതി കേട്ടത്. ആ ഹൃദയപക്ഷം ചേർന്നാണ് കോടതിയുടെ ഈ വിധി വരുന്നത്. ഏതായാലും പോക്സോ കേസുകൾ നടക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, കുട്ടികൾ സുരക്ഷിതരായിരിക്കട്ടെ നമ്മുടെ നാട്ടിൽ.